കണ്ണൂർ കോർപ്പറേഷൻ NDA ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 42 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. SIR-ന്റെ പേരിൽ മുസ്ലിം സംഘടനകൾ നുണപ്രചരണം നടത്തുകയാണെന്നും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ SIR-ന്റെ പേരിൽ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പണ്ട് CIA-യുടെ കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും, വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇത് CIA-ക്ക് എതിരെ നടത്തിയ പ്രചരണം പോലെ ഒരു നുണപ്രചരണമാണ്. അവരോട് പറയാനുള്ളത് വെറുതെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ഭയപ്പെടുത്തരുത് എന്നുള്ള താഴ്മയാണ്, അപേക്ഷയാണ് ഞങ്ങൾക്ക് അവരോടുള്ളത്. അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത് മുഴക്കുന്ന, കണ്ണൂരിൽ ആദ്യഘട്ട NDA സ്ഥാനാർത്ഥി പട്ടിക തർക്കങ്ങളൊന്നുമില്ലാതെ പൂർത്തിയായോ? കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 42 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് ഡിവിഷനുകളിലേക്ക് ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. BDJS-നും അർഹമായ പരിഗണന നൽകും എന്നുള്ള കാര്യവും AP അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. കോർപ്പറേഷനിൽ BJP-ക്ക് ഒരു സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായി കഴിഞ്ഞത്. അത് പള്ളിക്കുന്ന് സീറ്റിലാണ്. പള്ളിക്കുന്ന് സീറ്റിൽ ഷൈജു എന്നയാളാണ് വിജയിച്ചിരുന്നത് BJP ടിക്കറ്റിൽ. പക്ഷേ ഇത്തവണ അവിടെ വനിതാ സംവരണമാണ്. അതിനാൽ പള്ളിക്കുന്ന് സീറ്റിൽ ദീപ്തി വിനോദാണ് മത്സരിക്കുന്നത്. അവിടെ നേരത്തെ മത്സരിച്ച് വിജയിച്ചിരുന്ന ഷൈജുവിനെ ഉദ്യൻകുന്ന് ഡിവിഷനിലേക്ക് മത്സരിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. 56 സീറ്റുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് സുജിയ. ബാക്കി 14 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിൽ കോർപ്പറേഷനിൽ BJP-ക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അത് ഈ PK രാഗേഷ് കൂടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് BJP സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ആ രീതിയിലുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ള സാധ്യതയാണ് BJP ഇത്തവണ പരീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ ഒരു പോരാട്ടമാണ് BJP-ക്കെതിരെ എന്നുള്ളതാണ് AP അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയ കാര്യം. സുജിയ, ശരി. അഭിജിത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.